وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاسْمَعُوا قَالُوا سَمِعْنَا وَعَصَيْنَا وَأُشْرِبُوا فِي قُلُوبِهِمُ الْعِجْلَ بِكُفْرِهِمْ قُلْ بِئْسَ مَا يَأْمُرُكُمْ بِهِ إِيمَانُكُمْ إِن كُنتُم مُؤْمِنِينَ. ആയത്ത് 93. وَإِذْ أَخَذْنَا مِيثَاقَكُمْ, നിങ്ങളിൽ നിന്നും നാം കരാർ വാങ്ങിയ സന്ദർഭം. وَرَفَعْنَا فَوْقَكُمُ الطُّورَ, നിങ്ങളുടെ മീതെ തൂർസീനാ പർവ്വതത്തെ നാം എടുത്തുയർത്തി. خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ, നാം പറഞ്ഞു, നിങ്ങൾക്ക് നാം നൽകുന്നത് ശക്തിയോടെ മുറുകെ പിടിക്കുക. വസ്മഉ, കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഖാലൂ സമിഅനാ, അവർ നാവുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ കേട്ടിരിക്കുന്നു. വഅസൈനാ, പ്രവർത്തനത്തിലൂടെ പറഞ്ഞു, ഞങ്ങൾ എതിര് പ്രവർത്തിക്കുന്നതാണ്. وَأُشْرِبُوا فِي قُلُوبِهِمُ الْعِجْلَ بِكُفْرِهِمْ, അവരുടെ നന്ദികേടും നിഷേധവും കാരണം അവരുടെ മനസ്സിൽ പശുക്കുട്ടിയോടുള്ള സ്നേഹം കലർത്തി കുടിപ്പിക്കപ്പെട്ടു. قُلْ بِئْسَ مَا يَأْمُرُكُمْ بِهِ إِيمَانُكُمْ إِن كُنتُم مُؤْمِنِينَ, പറയുക, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കൽപ്പിക്കുന്ന കാര്യം മഹാമോശം തന്നെ. അല്ലാഹു തആല യഹൂദികളുടെ ദുർഗുണം വീണ്ടും ഉണർത്തുന്നു. പടച്ചവൻ അതീവ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ അവരോട് കൽപ്പിച്ചു. ആ ഗൗരവം മനസ്സിലാക്കാൻ അവരുടെ മീതെ തൂർസീനാ പർവ്വതത്തെ ഉയർത്തി. എന്തെല്ലാമാണ് ആ കൽപ്പനകൾ മുമ്പ് കഴിഞ്ഞുപോയി. അതിന്റെ രത്ന ചുരുക്കം, അല്ലാഹുവിനെ അറിയിൻ, ആരാധിക്കിൻ, സൃഷ്ടികളോട് നല്ല നിലയിൽ വർത്തിക്കിൻ, വിശിഷ്യ സ്വന്തം സഹോദരങ്ങളെ സഹായിക്കിൻ. خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ, അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ സന്ദേശത്തെ, വിശുദ്ധ ഗ്രന്ഥത്തെ നിങ്ങൾ ശക്തിയോടെ പിടിക്കുക. വസ്മഉ, നിങ്ങൾ സാഗൂതം ശ്രവിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, ഈ കൽപ്പന അവരോടെന്ന പോലെ നമ്മളോടും കൂടിയാണ്. പടച്ചവൻ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. അതീവ ഗൗരവത്തിൽ, പ്രാധാന്യത്തിൽ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ലോകനായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനെഞ്ചിലേക്ക്, പിന്നീട് 23 വർഷങ്ങളിലായി വിവിധ സന്ദർഭങ്ങളിൽ വളരെ സൂക്ഷ്മതയോടെ ഖുർആൻ ഷരീഫിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീമിൻ ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ തമ്മ അമീൻ വമാ സാഹിബുകും ബിമജ്നൂൻ وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين وإنه لفي زبر الأولين. ഈ ഖുർആനിനെ പറ്റി മുൻകഴിഞ്ഞ വേദങ്ങളിലും പറഞ്ഞുണ്ടത്രേ.
ഖുർആനിനെ മുറുകെ പിടിക്കിൻ. എന്താണ് മുറുകെ പിടിക്കൽ? വിശ്വസിക്കിൻ, ആദരിക്കിൻ, നല്ല നിലയിൽ ഓതിൻ, ഗ്രഹിക്കിൻ, പകർത്തിൻ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കിൻ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് വസ്മഊ. ഖുർആൻ ഓതപ്പെടുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കിൻ. ഖുർആനിന്റെ കാര്യങ്ങൾ സാഗൂതം ശ്രവിക്കിൻ. ഒരു സഹോദരൻ ചോദിക്കുകയുണ്ടായി, നിങ്ങളിങ്ങനെ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ട് എന്താ കാര്യം? ആളുകൾ കിടന്നുകൊണ്ട് വായിക്കുന്നു, കിടന്നുകൊണ്ട് കേൾക്കുന്നു. അദ്ദേഹത്തോട് പറയപ്പെട്ടു, താങ്കൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ താങ്കൾ തിരുത്തണം, മറ്റുള്ളവരെ തിരുത്താൻ പരിശ്രമിക്കണം. ആദ്യമായി ഈ ഖുർആനും ഹദീസും പഠനം പ്രവാചക ശൈലിയിലേക്ക് മടങ്ങണം. ആധികാരികമായ പണ്ഡിതന്മാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ സദസ്സിൽ പോയിരുന്ന് പഠിക്കിൻ. 2 ആധികാരികമായ രചനകൾ ആദരവോടെ വായിക്കിൻ. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടും പഠിക്കുന്നവർ അതിന്റെ ആദരവിൽ പഠിക്കിൻ. വസ്മഊ, ശ്രദ്ധിച്ച് കേൾക്കുക. അവർ പറഞ്ഞു, ഖാലൂ സമിഅ്ന, ഞങ്ങൾ കേട്ടു, വഅസൈന, പക്ഷേ പ്രവർത്തനത്തിലൂടെ പറഞ്ഞു, ഞങ്ങൾ എതിരും പ്രവർത്തിച്ചു. ചില ധിക്കാരികൾ ആ സമയത്ത് തന്നെ നേരിട്ട് പറഞ്ഞു അത്രേ, അല്ലാത്തവർ മനസ്സിൽ പറഞ്ഞു, ബാക്കിയുള്ളവർ പിന്നീടുള്ള പ്രവർത്തനത്തിലൂടെ കാണിക്കുകയുണ്ടായി. ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ല. പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും ഇത്തരം അവസ്ഥയുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കുക. നാം അറിയുന്നില്ല, സമുദായത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ പരസ്യമായി ദീനിന്റെ കാര്യങ്ങൾ എതിർക്കുന്നു. കാര്യങ്ങളെല്ലാം കേട്ടു, പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. വിവാഹം ലളിതമാക്കണം പോലും. അടുത്ത ദിവസം കണ്ട വളരെ ചിന്തനീയമായൊരു കാഴ്ചയാണ്, ഒരു പെണ്ണ് കാണലിന് വേണ്ടി ആകാശത്തിന്റെ കീഴിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു. സമുദായം കഠിനമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സങ്കീർണതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആഘോഷങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ല. അതിനെപ്പറ്റി പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെ ഒരു കൂട്ടം ആളുകൾ പറയുന്നു. മറ്റുള്ളവർ മനസ്സിൽ പറയുന്നു, ഇതെല്ലാം ഇവിടെ നടക്കാനാണ്. ചിലരാകട്ടെ പ്രവർത്തനത്തിലൂടെയാണ് പ്രകടമാക്കുന്നത്. സഹോദരങ്ങളെ, വളരെയധികം അപകടകരമായ പ്രവണതയാണ്. وَأُشْرِبُوا فِي قُلُوبِهِمُ الْعِجْلَ بِكُفْرِهِمْ. അവരുടെ നന്ദികേടും നിഷേധവും കാരണം അവരുടെ മനസ്സിൽ പശുക്കുട്ടിയോടുള്ള സ്നേഹം കലക്കി കുടിപ്പിക്കപ്പെട്ടു. അള്ളാഹു പറയുന്നു, അവരിപ്രകാരം ചെയ്തതിന്റെ പേരിൽ പലപ്പോഴും ഏറ്റവും വലിയ പാപമായ ശിർക്കിലേക്ക് മറഞ്ഞു വീണു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? തൗഹീദാകുന്ന, പ്രവാചകനാകുന്ന, വിശുദ്ധ വേദമാകുന്ന അനുഗ്രഹത്തെ നന്ദികേട് കാണിച്ചതിന്റെ പേരിൽ, അതിനെ വിലമതിക്കാത്തതിന്റെ പേരിൽ, അതിനെ നിഷേധിച്ചതിന്റെ പേരിൽ പശുക്കുട്ടിയോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ കലർത്തപ്പെട്ടു. അതെ, പശുക്കുട്ടിയെ അവർ ചാടിക്കേറി സ്നേഹിക്കുകയല്ലായിരുന്നു. അള്ളാഹു നൽകിയ ഉന്നതമായ അനുഗ്രഹം തൗഹീദ്, ഇത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മുസ്ലിം സമുദായവും മനസ്സിലാക്കി, ഏറ്റവും വലിയ അനുഗ്രഹം തൗഹീദിന്റെ അനുഗ്രഹമാണ്. ഇസ്ലാമിന്റെ മറ്റു പല നിർദ്ദേശങ്ങളും എല്ലാവരിലും കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ വ്യതിരക്തത ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന തൗഹീദാണ്. അഭിമാനത്തോടെയും മറുഭാഗത്ത് വിനയാന്യതരായും ലോകത്തിന് മുന്നിൽ പ്രകടമാക്കുകയും സ്നേഹത്തോടെ സമർപ്പിക്കുകയും ചെയ്യണ മഹത്തായൊരു സന്ദേശമാണ്. ഞങ്ങളെല്ലാ വിട്ടുവീഴ്ചയും ചെയ്യും. വിശ്വാസത്തിന്റെ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല, വിട്ടുവീഴ്ചയില്ല.
പാടുമില്ല. وَأُشْرِبُوا فِي قُلُوبِهِمُ الْعِجْلَ بِكُفْرِهِمْ. വിശിഷ്യ മനസ്സിലാക്കൻ സമുദായമേ, ഇന്ത്യ രാജ്യത്ത് ആരംഭിച്ചു കഴിഞ്ഞ പോരാട്ടം പ്രധാനമായും തൗഹീദിന്റെ പേരിലാണ്. ഈ വിശ്വാസത്തിന് നേരെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ രാഷ്ട്രീയ കുതന്ത്രങ്ങളും അഭ്യാസങ്ങളും പയറ്റി ഈ വിശ്വാസത്തെ തച്ച് തകർക്കാനുള്ള നിഗൂഢ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ചാരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് പക്ഷേ വർഗീയതയ്ക്ക് മറുപടിയായി പ്രതിവർഗീയതയില്ല. ഭരണകൂട ഭീകരതയ്ക്കെതിരായി ഭീകരവാദവുമില്ല. പക്ഷേ ഒന്നുണ്ട്, ഈമാനിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ മതപരമായ ബാധ്യതയാണ് ഈ രാജ്യം അനുമതിയും നൽകുന്നുണ്ട്. മുജഹെ ഹുക്കും അദാന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകയാൽ തൗഹീദിനെ ആദരിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം ആദരിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ ആദരിക്കണം. അല്ലാത്ത പക്ഷം മറ്റു പലതിനെയും ആദരിക്കേണ്ടി വരും. മറ്റു പലതും മനസ്സിൽ കടക്കും. അവസാനമായി അള്ളാഹു പറയുന്നു, ഖുൽ ബിഅസ മാ യഅ്മുറുകും ബിഹി ഈമാനുകും ഇൻ കുൻതും മുഅ്മിനീൻ. വലിയ വിശ്വാസികളാണെന്ന് പറയുന്ന നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം മഹാമോശം തന്നെ. ഏകദൈവ വിശ്വാസികളെന്ന് പറയുന്നു, പക്ഷേ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. സനാതന ധർമ്മികളെന്ന് പറയുന്നു, ആ ധർമ്മം എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ കുറെ വ്യാജ കാര്യങ്ങൾ കെട്ടിപ്പൂട്ടിക്കൊണ്ട് കാണിച്ച് നിങ്ങൾ ബഹളമുണ്ടാക്കുന്നു. നിങ്ങളുടെ വിശ്വാസം കൽപ്പിക്കുന്ന കാര്യം മഹാമോശം തന്നെയാണ്. ഖുൽ ബിഅസ മാ യഅ്മുറുകും ബിഹി ഈമാനുകും ഇൻ കുൻതും മുഅ്മിനീൻ. ആകയാൽ പടച്ചവന്റെ സന്ദേശങ്ങളെ നല്ല നിലയിൽ മനസ്സിലാക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുക. അതിനെ കേൾക്കുകയും കഴിവിന്റെ പരമാവധി പാലിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുക. കഴിവിന്റെ പരമാവധി. പ്രത്യേകിച്ചും വിശുദ്ധ ഗ്രന്ഥത്തെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തെയും പടച്ചവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി കാണുക. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاسْمَعُوا قَالُوا سَمِعْنَا وَعَصَيْنَا وَأُشْرِبُوا فِي قُلُوبِهِمُ الْعِجْلَ بِكُفْرِهِمْ قُلْ بِئْسَ مَا يَأْمُرُكُمْ بِهِ إِيمَانُكُمْ إِن كُنتُم مُّؤْمِنِينَ.